അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിയുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും എല്ലാവിധ നന്മയ്ക്കും വേണ്ടി ഇറക്കപ്പെട്ട, ഹിദായത്തിന് വേണ്ടി ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങിയ നാന്തി കുറിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സൂറത്ത് തന്നെ, സൂക്തം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് ഇറക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഖദർ. ഇൻഷാ അല്ലാഹ് വരുന്ന വഴിയെ നമുക്കതിനെപ്പറ്റി പറയാം. പരിശുദ്ധമായ ഖുർആൻ മുസ്ലിമീങ്ങളുടെ ഭരണഘടനയാണ്, നിയമാവലിയാണ്. നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ആകത്തുക A to Z വരെയുള്ള സർവകാര്യങ്ങളും പ്രതിപാദിക്കുന്ന മഹത്തരമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദിനേന പരിശുദ്ധമായ ഖുർആൻ നാം ഓതണം. റമളാൻ മാസത്തിൽ മാത്രമല്ല, റമളാൻ അല്ലാത്ത മാസങ്ങളിലും ഓതണം. റമളാൻ മാസത്തിൽ ഓതുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണത്. അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണത്. നമുക്ക് അത് ഓതൽ അത്യാവശ്യമാണ്. അതേപോലെ പല കാര്യങ്ങളും നാം നിത്യേന ചെയ്യാറുണ്ട്. പത്രം ഒഴിവാക്കാതെ നമ്മൾ വായിക്കുന്നവരുണ്ട്. അതേപോലെ പലതും നമ്മൾ വായിക്കലുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ദിവസവും ഒരു പേജ് ഓതാനോ അല്ലെങ്കിൽ അതൊന്ന് മറിച്ചു നോക്കാനോ നമ്മൾക്കാകുന്നില്ല എങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ അപജയവും പരാജയവുമാണെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആനെ നാം എടുക്കണം, നാം ഓതണം. നോക്കിയിരുന്നാൽ തന്നെ കൂലി കിട്ടുന്ന പല വസ്തുക്കളുമുണ്ട്. ഒന്നും ചെയ്യണ്ട, നോക്കിയിരുന്നാൽ മതി. അങ്ങനെ കൂലി കിട്ടുന്ന ഒന്നാണ് പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കുക എന്ന് പറയുന്നത്. അതുപോലെ കഅബ ശരീഫിലേക്ക് നോക്കുക, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുക. ഇതൊക്കെ നോക്കിയിരുന്നാൽ തന്നെ കൂലി കിട്ടുന്ന പ്രാധാന്യമുള്ള സുന്നത്തുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആൻ ഓതണം. ഓതുമ്പോൾ വ്യക്തമായി ഓതണം. അതിന് നിയമ സംഹിതകളുണ്ട്, തജ്വീദുകളുണ്ട്. അതനുസരിച്ച് കൊണ്ട് ഓതണം. ഇനി ഒരാൾക്ക് അങ്ങനെ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ ഓതാൻ പഠിക്കണം. പ്രയാസമുള്ള കാര്യമല്ല. ഒരു ദിവസത്തിൻ്റെ അല്പസമയമൊന്ന് മാറ്റിവെച്ചാൽ നമുക്ക് പഠിക്കാവുന്നതേയുള്ളൂ. പഠിക്കാനുള്ള സംവിധാനം ഇന്ന് എല്ലാവരുടെയും ഉസ്താദ് മൊബൈലാണ്. മൊബൈലിൽ വളരെ സരളമായി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഓതാനും എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. എന്നിട്ടും നമ്മൾ മടി കാണിക്കുന്നത് അത് മോശമാണ്, തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നാം എടുക്കണം. ഈ പരിശുദ്ധമായ റമളാനിൽ അത് ഒഴിവാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വലിയ പ്രാധാന്യമാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഊ അൽ ഖുർആൻ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക. فإنه يأتي يوم القيامة شفيعا لأصحابه. ആരാണോ ഓതുന്നത് അയാൾക്ക് ശുപാർശകനായി, റെക്കമെൻഡായി പരിശുദ്ധമായ ഖുർആൻ നാളെ പാരത്രിക ലോകത്ത് എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് ഒരു ക്ലിപ്പിലോ 2 ക്ലിപ്പിലോ 3 ക്ലിപ്പിലോ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. വിശാലമായ മഹാസാഗരമാണ് പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് 2-3 വീഡിയോകളിലൂടെ, അല്പസമയമാണല്ലോ നമ്മൾ വിനിയോഗിക്കുന്നത്, നമുക്ക് പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നോക്കിയിരുന്നാൽ തന്നെ കൂലി കിട്ടുന്ന പരിശുദ്ധമായ ഖുർആൻ
ഓതാൻ അറിയില്ലെങ്കിൽ ഖുർആൻ എടുക്കണം. വുളുവോടുകൂടി ഖുർആൻ എടുത്തുകൊണ്ട് അത് മലർത്തി വെക്കണം. എന്നിട്ട് വളരെ ബഹുമാനത്തോടെ ഖിബലയ്ക്ക് മുന്നിട്ടുകൊണ്ട് ബഹുമാനത്തോടെ ആദരവോടെ ആ ഖുർആനിലേക്ക് നോക്കുക. ഓതാൻ അറിയില്ല, ഖുർആനിലേക്ക് നോക്കുക. ഓരോ വരിയിലൂടെ കണ്ണിങ്ങനെ ഓടിക്കുക, ഓരോ വരിയിലൂടെ ചൂണ്ടുവിരലിങ്ങനെ ഓടിക്കുക. അത് കൂലിയാണ്, പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരാളും ഉപേക്ഷിക്കരുത്. നമ്മുടെ നിയമാവലിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ. അത് മാറ്റി വെക്കേണ്ടതല്ല, അലമാരയിൽ വെക്കേണ്ടതല്ല, ഷോക്കേസിൽ വെക്കേണ്ടതല്ല, നമ്മുടെ മടിയിൽ വെക്കേണ്ടതാണ്, നമ്മുടെ ഇരു കൈകളിലും വെക്കേണ്ട വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ആ വിഷയത്തിൽ ശ്രദ്ധാപൂർവം പരിശുദ്ധമായ ഖുർആനെ എടുക്കുകയും ഓതാൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.